കേരളത്തിൽ LBSൻ്റെ കീഴിലുള്ള BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള കോളേജുകളും കോഴ്സുകളും, അതായത് ഓപ്ഷൻ കൊടുക്കാനുള്ള സമയം ഓഗസ്റ്റ് 10 തുടങ്ങി ഓഗസ്റ്റ് 15 വരെയാണ്. അതിന് ട്രയൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 16-ാം തീയതി പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ lbs.kerala.gov.in എന്നുള്ള സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് മാത്രമാണ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുക. അതായത് LBSൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ഇപ്പോൾ കോഴ്സ് അല്ലെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കോളേജുകളുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് ഞാൻ ഇതിൻ്റെ എൻഡിൽ കാണിക്കാം. പക്ഷേ ആ ലിസ്റ്റ് ഞാൻ ഒരുപാട് വലിയ ലിസ്റ്റാണ്, അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലില്ലാത്ത കുറേ കോളേജുകളുണ്ടാവും. അതായത് പിന്നീട് കോളേജുകൾ അഫിലിയേഷൻ കിട്ടുന്ന മുറയ്ക്ക് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പം നിലവിൽ ആ ലിസ്റ്റിൽ കാണുന്ന കോളേജുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുക. പുതിയ കോളേജുകൾ അഫിലിയേഷൻ കിട്ടുന്ന പുറകെ വരികയും അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. ഓപ്ഷനുകൾ കൊടുക്കാത്തവരെ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കില്ല. 15-ാം തീയതി വരെ നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ നോക്കിക്കൊണ്ട് 16-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ അവർ പബ്ലിഷ് ചെയ്തിരുന്നു. അതായത് അപേക്ഷകൻ ഓൺലൈനായിട്ട് ആദ്യം സമർപ്പിക്കുന്ന ഓപ്ഷനുകൾ 3 റെഗുലർ ഓൺലൈൻ അലോട്ട്മെൻറ്റുകൾക്കാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ഓപ്ഷൻസ് 1, 2, 3 റൗണ്ടുകൾക്ക് ഉപയോഗിക്കും. അതായത് ആദ്യ റൗണ്ടിന് ശേഷം പുതിയതായിട്ട് നിങ്ങൾക്ക് കോഴ്സോ കോളേജോ കൊടുക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ പുതിയതായിട്ടൊരു കോളേജ് ആഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പം നിലവിൽ ലിസ്റ്റിലുള്ള ഒരു കോളേജും ഇപ്പോൾ കൊടുത്തില്ലെങ്കിൽ പിന്നീട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ ആദ്യം 3 റൗണ്ടുകൾക്കാണ് എന്നോർക്കുക. അതുകൊണ്ട് മാക്സിമം കിട്ടിയാൽ പോകുമെന്നുറപ്പുള്ള മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക. ഇനി അപേക്ഷകൻ 1-ാം ഘട്ടത്തിൽ സമർപ്പിക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ കോളേജ് ഓപ്ഷനുകൾ 3-ാമത്തെ അലോട്ട്മെന്റ് വരെ പരിഗണിക്കും. ഈ 3 റെഗുലർ അലോട്ട്മെന്റുകൾക്ക് ശേഷം വരുന്നത് സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റാണ്. ഓരോ സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റും സെപ്പറേറ്റ് ആണ്. ഓരോന്നിനും സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണം. ഓരോന്നിനും സെപ്പറേറ്റ് ഓപ്ഷനും കൊടുക്കണം. അപ്പോൾ 1-ാമത്തെ സ്പോട്ട് അലോട്ട്മെന്റ് വന്നാൽ അതിന് ഓപ്ഷൻ കൊടുക്കണം. 2-ാമത്തേത് വന്നാൽ വീണ്ടും ഓപ്ഷൻ കൊടുക്കണം. പക്ഷേ ഈ പറഞ്ഞ ഫസ്റ്റ് 3 റൗണ്ടുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1 മുതൽ 3 വരെയുള്ള റൗണ്ട് ഒറ്റ ഓപ്ഷനാണ്. 1-ാമത്തെ റൗണ്ടിൽ കൊടുക്കുന്ന, അതായത് ഇപ്പോൾ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഓപ്ഷൻ 3-ാമത്തെ റൗണ്ട് വരെ ഉണ്ടാവും. ഇനി അപേക്ഷകൻ കോഴ്സ് അല്ലെങ്കിൽ കോളേജ് ഓപ്ഷൻ സമർപ്പിക്കുന്നതിന് മുമ്പ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള കോളേജിന്റെ ലിസ്റ്റിലുള്ള കോഴ്സുകൾ നോക്കണം, സ്ഥാപനങ്ങൾ നോക്കണം, സീറ്റുകളുടെ എണ്ണം, മെറിറ്റ് സീറ്റ് എത്രയുണ്ട്, മാനേജ്മെന്റ് സീറ്റ്, NRI സീറ്റ് എവിടേക്കാണുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടേ ഓപ്ഷൻ കൊടുക്കാവൂ. ഇനി അപേക്ഷകന് താല്പര്യമുള്ള എല്ലാ കോഴ്സും എല്ലാ കോളേജും ആദ്യഘട്ടത്തിൽ തന്നെ ഓപ്ഷൻ കൊടുക്കാം. അതിന് ലിമിറ്റ് ഒന്നുമില്ല. ഇനി ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റിന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ കോളേജ് ലിസ്റ്റിൽ നൽകിയിരിക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സിനാണ് ഏതൊക്കെ കോളേജിലാണ് ചേരാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ മുൻഗണനാക്രമത്തിൽ കൊടുക്കാം. ഇപ്പോൾ ചില കുട്ടികൾക്ക് BSc നഴ്സിംഗ് ആണ്, അത് ഗവൺമെന്റ് കോളേജിലാണ് ആദ്യമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് 14 കോളേജുണ്ട്, ആ 14 കോളേജും വേണേൽ ആദ്യം വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിക്ക് താല്പര്യം നഴ്സിംഗ് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് കോളേജിലെ ഒരു പാരാമെഡിക്കൽ കോഴ്സ് ആണെങ്കിൽ പാരാമെഡിക്കൽ കൊടുക്കാം. അതിനുശേഷം നഴ്സിംഗ് സെൽഫ് ഫിനാൻസിങ് ആണ് വേണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കൊടുക്കാം. അതായത് അതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പോൾ ഒരു നഴ്സിംഗ് കഴിഞ്ഞ് ഒരു പാരാമെഡിക്കൽ വയ്ക്കാം, പിന്നെ 2 നഴ്സിംഗ് വയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് കോളേജ് ചേരാൻ ആഗ്രഹിക്കുന്നതിന് മുൻഗണന വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആദ്യം കൊടുക്കുക. നിങ്ങളുടെ റാങ്കിന് അത് കിട്ടുമോ കിട്ടാതിരിക്കുമോ അത് 2-ാമത്തെ കേസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആദ്യം കൊടുക്കുക. അവിടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് അങ്ങനെ. അതായത് നിങ്ങളുടെ 1-ാമത്തെ ഓപ്ഷൻ അവർ ആദ്യം നോക്കും. അത് തരാൻ പറ്റുമെങ്കിൽ തരും, ഇല്ലെങ്കിലേ നിങ്ങളുടെ 2-ാമത്തെ ഓപ്ഷൻ തരും. ഇനി ആദ്യഘട്ടത്തിൽ ഓപ്ഷൻ നൽകാൻ വിട്ടുപോയ കോളേജുകൾ പിന്നീട് സെക്കൻഡ് അലോട്ട്മെന്റിനോ തേർഡ് അലോട്ട്മെന്റിനോ കൊടുക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ കൊടുത്ത ഓപ്ഷനുകളുടെ ക്രമം മാറ്റാം. ഏതെങ്കിലും കോളേജ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇതൊക്കെ ഓരോ റൗണ്ടിന് മുമ്പ് നമുക്ക് പെർമിറ്റ് ചെയ്യും. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം പുതിയതായിട്ട് ഏതെങ്കിലും കോഴ്സോ കോളേജോ ആഡ് ചെയ്യപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ഓപ്ഷന്റെ കൂടെ ചേർക്കാനും പറ്റും. അതായത് ഇപ്പോൾ നിലവിലുള്ളത് പിന്നീട് ചേർക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പുതിയ കോളേജ് വന്നാൽ ചേർക്കാൻ പറ്റും. ഇനി ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജുകൾ മാത്രമേ ഓപ്ഷൻ കൊടുക്കാവൂ. 2-3 അലോട്ട്മെന്റിൽ പുതിയതായിട്ട് ലിസ്റ്റ് വരുന്ന കോളേജ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓപ്ഷനിൽ ചേർത്താലും മതി. ഇപ്പൊ പുതിയ കോളേജ് വന്നു 2-ാം റൗണ്ടിൽ, നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടിയാൽ അത് സ്വീകരിക്കാൻ ടോക്കൺ ഫീസ് അടച്ചാൽ മതി. ആ ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള സമയമൊക്കെ പിന്നീട് വരും. ആ ടൈമിനുള്ളിൽ അടച്ചാൽ മതി. ഇനി ഫീസ് അടച്ചതിന്റെ ചെലാൻ കുട്ടിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫീസ് അടയ്ക്കാത്തവരുടെ അലോട്ട്മെന്റ് നഷ്ടപ്പെടുകയും ചെയ്യും. ഈ ചെലാൻ അടച്ചില്ലെങ്കിൽ, അതായത് ടോക്കൺ ഫീ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടും. അവരെ 2-3 അലോട്ട്മെന്റിൽ പരിഗണിക്കുകയില്ല.
അവർക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം, പക്ഷേ പിന്നീടുള്ള അലോട്ട്മെന്റിൽ പങ്കെടുപ്പിക്കില്ല. അതുകൊണ്ട് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ സീറ്റ് ഇപ്പോൾ ഓപ്ഷൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, കിട്ടിയാൽ ജോയിൻ ചെയ്യും എന്നുള്ളത് കൊടുക്കാവൂ. കിട്ടിയതിന് ശേഷം എനിക്ക് ആ കോളേജ് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സീറ്റും പോവും, 2-3 റൗണ്ടിൽ പങ്കെടുക്കാനും പറ്റൂല. ഇനി അലോട്ട്മെന്റ് കിട്ടിയാൽ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അവർക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് അത് മതി എന്ന് തോന്നിയാൽ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വേണമെങ്കിൽ ഹയർ ഓപ്ഷൻസ് അവിടെ വെച്ചിട്ടും കൺഫേം ചെയ്യാം. ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് റൗണ്ടിന് ശേഷം ചെയ്യേണ്ടതാണ്. ഒരു റൗണ്ട് കഴിയുമ്പോൾ വീണ്ടും അപ്ഡേറ്റ് വരും, അപ്പം നമുക്ക് വീണ്ടും അതിന്റെ ഡീറ്റെയിൽ പറയാം. എന്നാൽ ഇതൊന്നും ശ്രദ്ധിച്ചിരിക്കുക. അതേപോലെ 3ാമത്തെ അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. 3 റൗണ്ട് കഴിഞ്ഞിട്ട് കോളേജിൽ പോയാൽ മതി. അപ്പോൾ 3ാമത്തെ റൗണ്ടിന് ശേഷമാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ വരിക. അത് ഹോം പേജിൽ കിട്ടും. അപ്പോൾ LBS സെന്ററിൽ അടച്ച തുകയുടെ ബാക്കി ഫീസ് എണ്ണത്തിൽ കോളേജിൽ അടച്ചാൽ മതി. ഇനി കോളേജിൽ ചേർന്നില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷെ ഇവർക്ക് നേരത്തെ പറഞ്ഞു, ഇവർക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. ഇനി ആ സ്പോട്ട് അലോട്ട്മെന്റിൽ കിട്ടിയാൽ നിങ്ങൾ അടച്ച തുക ആ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളൂ. അതേപോലെ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്തിട്ട് അലോട്ട്മെന്റ് കിട്ടിയ അഡ്മിഷൻ നിർബന്ധമായിട്ട് എടുക്കണം. അഡ്മിഷൻ എടുക്കാത്തവരെ പിന്നീട് ഒരു അലോട്ട്മെന്റിലും പങ്കെടുപ്പിക്കില്ല. അതുപോലെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കണമെങ്കിൽ NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അവർക്ക് സ്പോട്ട് അലോട്ട്മെന്റ് വഴി അലോട്ട്മെന്റ് കിട്ടിയ നേരത്തെ കിട്ടിയ അലോട്ട്മെന്റ് പോകും. അപ്പൊ നിങ്ങൾക്ക് ഒരു A എന്ന് പറയുന്നൊരു കോളേജിൽ അഡ്മിഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ സ്പോട്ടിൽ Bയിലേക്ക് മാറിയ Aയിലെ സീറ്റ് ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടും. അവർക്ക് Bയിൽ ജോയിൻ ചെയ്തേ മതിയാവും. അതുപോലെ നിങ്ങൾ കോളേജുകളുടെ ലിസ്റ്റ് നോക്കുക. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ വേണമെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഏകദേശം BSc നഴ്സിംഗിന് ഗവൺമെന്റ് കോളേജ് തന്നെ 14ഓളം കോളേജുകളുണ്ട്. ഇനി മലബാർ ക്യാൻസർ സെന്ററിന്റെ കീഴിൽ 2 കോളേജ്, അങ്ങനെ കുറേ കോളേജുകളുണ്ട്. CPASന്റെ കീഴിലും അതേപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്, ഇപ്പോൾ കോപ്പറേറ്റീവ് അക്കാഡമിയുടെ കീഴിലും ഒക്കെ ആയിട്ട് കുറേ കോളേജുകളുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റുകൾ പ്രാക്ടിക്കലി ഇത് ഓരോന്ന് വായിക്കുക പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഈ ലിസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. 172ഓളം കോളേജാണ് നിലവിൽ ഇപ്പോൾ ഈ ലിസ്റ്റിൽ കാണിക്കുന്നത്. ഓരോന്നിലും നിങ്ങൾക്ക് മെറിറ്റ് സീറ്റും ഒക്കെ ഈ സീറ്റുകളുടെ ഡീറ്റെയിലും ഒക്കെ കാണാം. പിന്നെ പാരാമെഡിക്കൽ കോളേജുകളുടെ സീറ്റ്, ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സാണുള്ളത്, എത്ര കോളേജ് ഉണ്ട്, അവിടെ ഏത് സീറ്റാണുള്ളത് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. ഇവിടെ ഡയാലിസിസ് ടെക്നോളജി, ഇങ്ങനെ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ലിസ്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ ക്രമീകരിക്കാൻ. അപ്പോൾ ഞാൻ ലിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പർ ഉണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.